ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ എങ്ങനെ? എല്ലാവരും നോൽക്കുന്നുണ്ട്, വീട്ടിലെല്ലാവർക്കും നോമ്പാണ്. ഞാൻ മാത്രം പട്ടിണി നടന്നിട്ട് കാര്യമില്ല, ഞാൻ മാത്രം അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല, ഞാൻ മാത്രം അങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തപ്പ ചെയ്യാ? അങ്ങനെ ഒരു നാട്ടു ചടങ്ങിന്റെ ഭാഗമായ നോമ്പല്ല. ഈമാനം വഹ്തിസാബൻ, പ്രതിഫലം പ്രതീക്ഷിച്ച്, പുണ്യം പ്രതീക്ഷിച്ച് ഈമാനോടെ നോമ്പ് നോറ്റാൽ, നല്ല ആലോചിക്കട്ടോ, നമ്മുടെ നിയ്യത്ത് നന്നായി നല്ല ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പ് നോറ്റാൽ എന്ന് പ്രത്യേകം പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടും. നമ്മുടെ നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, സമ്പത്ത് കൊണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ ചെയ്തത് എത്രയുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്ത് എത്രയുണ്ട്. കച്ചവട രംഗത്ത് നമ്മൾ കാണിച്ച അപാകതകൾ എന്തൊക്കെയുണ്ട്, കുടുംബരംഗത്ത് നമ്മൾ കാണിച്ച അനാവശ്യങ്ങൾ എന്തൊക്കെയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ കണ്ണുകൾ, നമ്മുടേതായ നോട്ടങ്ങൾ എല്ലാം എടുത്തു വെക്ക്. കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ചാൻസാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ. തറാവീഹിന് വരണം, കൃത്യസമയം പാലിച്ചുകൊണ്ട് എല്ലാവരും. തറാവീഹിനല്ല എത്തേണ്ടത്, ഇശാഇന്റെ ജമാഅത്തിനാണ് എത്തേണ്ടത്. ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്തിനാരും ഓടി വരരുത്. ഫർള് നമസ്കാരങ്ങളെ ആദ്യമായി നമ്മൾ അതിന്റെ സമയബന്ധിതമായി പാലിക്കണം. ഇനി റമദാനിലെ രാത്രി നമസ്കാരത്തിന് വേണ്ടി തറാവീഹിന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാകേണ്ടത്? ഈമാനം വഹ്തിസാബാ, പ്രതിഫലം പ്രതീക്ഷിച്ച് ഈമാനോടെ നമസ്കരിച്ചാൽ അപ്പോൾ ഒരു 5 മിനിറ്റ് അധികം പോയാൽ ചീത്തറിയില്ല. അപ്പൊ ഒരു 10 മിനിറ്റ് അവിടെ ക്ലാസ് ഉണ്ടെങ്കിൽ ആർക്കും ഒരു ആശ്വാസം ഉണ്ടാവില്ല. എപ്പോഴാ പരാതി ഉണ്ടാവല്? ഈമാനം വഹ്തിസാബൻ എന്ന കണ്ടന്റ് മറക്കുമ്പോഴാണ്. ആ ചിന്തയൊക്കെ മാറുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഈ തിരക്കിലാണ് ഓടി വരുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എന്ത് സംഭവിച്ചാലും ഒരായത്ത് അധികം ഓതിയാലും അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ഒരാൾക്ക് റമദാനിലെ രാത്രി നമസ്കാരം ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. നോമ്പ് അങ്ങനെ കിട്ടി, രാത്രി നിസ്കാരം അതും കിട്ടി. ഇത്രക്ക് സവിശേഷതയുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ മടി കാണിക്കണം? നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ നമ്മൾ ഈ റമദാനിനെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നോമ്പ് പ്രത്യേകിച്ചും നമ്മൾ റമദാനിലെ ഓരോ നോമ്പുകളും അതിന്റെ അച്ചടക്കത്തോടെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ പാലിക്കാൻ കൃത്യമായ ഗൗരവം കാണിക്കണം. മതപരമായി സൗമി എന്ന വാക്കിന്റെ തന്നെ അർത്ഥം പിടിച്ചിടുക എന്നാണ്, തടഞ്ഞു വെക്കുക എന്നാണ്. അള്ളാഹ് അനുവദിച്ചതിനെ വരെ വേണ്ടാന്ന് വെച്ച് തടഞ്ഞു വെച്ച് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അസ്തമയം വരെ, പ്രഭാതം മുതൽ അസ്തമയം വരെ ആർക്കു വേണ്ടിയല്ല, ഫീ മർളാത്തില്ല, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം പിടിച്ചു വെച്ച് നല്ല ക്ഷമയോടെ ജീവിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ നോമ്പ് എന്തിനാന്ന് പറയുന്നു. കുറെ കാലമായി നമ്മൾ റമദാനിൽ നോമ്പ് വെൽക്കണു. എന്തിനാണ് നോമ്പ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസികൾക്കുള്ളതാണ്, ഈമാനുള്ള ആൾക്കാർക്കുള്ളതാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഉള്ളതുപോലെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോമ്പ് നോറ്റിട്ട് നമുക്കത് ഉണ്ടായോ? നമ്മൾ ചെയ്തിരുന്ന പലിശ ഒഴിവാക്കിയോ? നമ്മുടെ സംസാരത്തിൽ തോന്നിവാസങ്ങൾ ഒഴിവാക്കിയോ? തെറി പറയുന്നത് ഒഴിവാക്കിയോ? അശ്ലീലം ഒഴിവാക്കിയോ? നമ്മുടെ കച്ചവടത്തിലെ വേണ്ടാത്തരങ്ങൾ നമ്മൾ പിൻവലിച്ചോ? നോമ്പ് കൊണ്ട് തഖ്വ ഉണ്ടായില്ലെങ്കിൽ പിന്നെന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നോമ്പിലൂടെ നല്ല തഖ്വ പാലിക്കാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു തൊപ്പിയല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്ത്രമല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ എന്തോ കാട്ടിക്കൂട്ടലുകളല്ല. മനസ്സിന്റെ അകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സകല ഹറാമുകളിൽ നിന്ന് ഒഴിവാകലാണ് തഖ്വ. എല്ലാ പുണ്യകർമ്മങ്ങളിലേക്ക്, നന്മകളിലേക്ക് ഇഖ്ലാസോടെ മുന്നിട്ട് വരലാണ് തഖ്വ. അത് പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു നോമ്പുകാരനാണ്. സഹോദരങ്ങളെ, നോമ്പ് കൊണ്ട് ഒരുപാട് ഗുണം നമുക്ക് കിട്ടും. ഒന്നൊന്നുമല്ല, ഒട്ടനേകം ഗുണങ്ങൾ നമുക്ക് കിട്ടും. യസീദുൽ ഈമാൻ, പട്ടിണി കിടക്കുമ്പോ ക്ഷീണമൊക്കെ ഉണ്ടാകും, പക്ഷെ ഈമാൻ അധികരിക്കുന്ന ഗുണമാണ് നോമ്പ്. ബദറിൽ എങ്ങനെയാ മുസ്ലിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞത്? ഇവരുടെ നോമ്പിൽ അവർക്ക് കിട്ടിയ ഈമാനിന്റെ കരുത്താണ്.
വൽ മഗ്ഫിറ, ഒരുപാട് പാപം പൊറുക്കാനുള്ള ചാൻസ് ഉണ്ട് നോമ്പിലൂടെ. വജ്തിനാബുൻ നവാഹി, സകല പാപങ്ങളെയും മാറ്റിവെക്കാൻ അവന് കഴിയും. അള്ളാഹ് അനുവദിച്ചത് പോലും വേണ്ടാന്ന് വെച്ചവനാണ് അവൻ. അങ്ങനെ പാപങ്ങളെ ഒഴിവാക്കാൻ കഴിയും. അതേപോലെ തന്നെ വസ്തിഖാമത്തിൻ, നല്ല ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. വന്നജാതു മിൻ വസാവിസി ശൈത്താൻ, പിശാചിന്റെ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. വൽ മുസാവാതു ബൈനന്നാസ്, ഉലമാക്കന്മാർ പറയാണ്, പാവപ്പെട്ടവനും പട്ടിണി കിടക്കുക, വലിയ കോടീശ്വരനും പട്ടിണി കിടക്കുക, രാജാവ് പട്ടിണി കിടക്കുക, സാധാരണക്കാരൻ പട്ടിണി കിടക്കുക. സമത്വം ജനങ്ങൾക്കിടയിൽ നടപ്പിലാവുകയാണ്. വസ്വബിരി, ധാരാളം ക്ഷമശീലിക്കുകയാണ്. വെറുതെ ദേഷ്യം പിടിക്കുന്ന അക്ഷമനാകുന്ന സ്വഭാവമൊക്കെ നന്നായി മാറിക്കിട്ടും. ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങൾ അവന് നേടാൻ സാധിക്കും. ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുമ്പോഴും അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ്, അത്തരം നല്ല ധാരാളം ഗുണങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ചിലരുണ്ട്. നോമ്പൊക്കെ നല്ലതാണ്, റമദാനൊക്കെ ഉഷാറൊക്കെ തന്നെയാണ്. എത്രയോ നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമ, അവന് വിശപ്പല്ലാതെ മറ്റൊരു മാറ്റവും അവനുണ്ടാകുന്നില്ല. രാവിലെ മുതൽ അവൻ ഫോണിലുണ്ട്, ഏതൊക്കെയോ പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവൻ തോന്നിവാസങ്ങൾ പറയുന്നുണ്ട്, അങ്ങാടിയിലിരുന്ന് വേണ്ടാത്തരങ്ങൾ കാണുന്നുണ്ട്, എല്ലാത്തിലുണ്ട്. പക്ഷേ നല്ല നോമ്പിൽ തന്നെയാണ്. ഇല്ലല്ലമ, വിശപ്പല്ലാതെ ഒരു ഗുണവും ലഭിക്കാത്ത എത്രയോ നോമ്പുകാരുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചാകരുത്. അടുത്തത് വകം മിൻ ഖായിമിൻ, എത്രയോ രാത്രി നമസ്കാരക്കാരുണ്ട്. 11 റക്അത്ത് മണിക്കൂർ നീണ്ടു കിടക്കുന്ന നിസ്കാരം ക്ഷീണിച്ച് പകല് നോമ്പോറ്റി ക്ഷീണിച്ചിട്ട് ഇവൻ നിസ്കരിക്കുന്നുണ്ട്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലാ അസ്സഹർ ഇല്ല അസ്സഹർ, അവന് ഉറക്കമൊഴിച്ചു എന്നതല്ലാത്ത ഒരു ഗുണവും കിട്ടാത്ത നിസ്കാരക്കാരുണ്ട്. അതിന്റെ അടയാളാണ് ഇടക്കിടക്ക് മൂത്രയിക്കാൻ പോവുക, ഇമാമിനെ ചീത്ത അറിയാം, ഭയങ്കര ഒത്താണ്, ഒത്തധികമാണ്, ആ പള്ളി ശരിയല്ല, ഈ കമ്മിറ്റി. ഇങ്ങനെ നിസ്കാരത്തിന്റെ 2 മിനിറ്റ് കൂടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 സുജൂദിലൊന്ന് ഒരു പ്രാർത്ഥന അധികം ചൊല്ലുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാന്നറിയോ? ഈ നിസ്കാരത്തിന്റെ യഥാർത്ഥ ക്വാളിറ്റി കിട്ടാതെ പോകുന്നവരാണ്. വെറുതെ ഉറക്കമൊഴിച്ചു എന്നല്ലാതെ ഒരു ഗുണവും കിട്ടാത്ത നിസ്കാരക്കാരുണ്ട്. നമ്മളെ കുറിച്ച് ആലോചിക്കണം. ഇതൊക്കെ എനിക്കാണോ, എനിക്ക് ബാധകമാണോ, എന്നെ കുറിച്ചാണോ? എന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നോ എങ്കിൽ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ടത്. അത്ര പ്രയാസപ്പെട്ട് നിസ്കാരം ഉണ്ടെങ്കിൽ നീ അതിന് പകരം നിനക്ക് ഖുർആൻ ഓതിക്കും. നിനക്ക് നിസ്കരിക്കാൻ അത്ര പ്രയാസം ഉണ്ടെങ്കിൽ നീ അവിടെ നിൽക്കു ചൊല്ലിക്കും. അങ്ങനെ അത് പ്രതിഫലമാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ ദിവസം നമ്മുടെ നോമ്പിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന ചാൻസ് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മാ മിൻ അബ്ദിൻ, ഏതെങ്കിലും ഒരു അടിമ, യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, റമദാനാവണമെന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പ് നോറ്റാൽ, ലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട്, ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ആരത് കേൾക്കാത്തവര്? ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ തൊട്ട് അല്ലാഹു അകറ്റുന്നതാണ്. 70 വർഷക്കാലം നരകത്തെ തൊട്ട് അള്ളാഹു കാത്ത് അവനെ സംരക്ഷിക്കുന്നതാണ്. 2 ദിവസം നോമ്പ് നോറ്റാൽ 140 വർഷക്കാലത്തേക്ക് അവനെ നരകത്തിൽ നിന്ന് അകറ്റുകയാണ്. 10 നോമ്പ് കഴിയുമ്പോഴത്തേക്ക് 700 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ് 30 നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ 2100 കൊല്ലം അവൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്കൊരിക്കലെങ്കിലും തോന്നി എനിക്ക് രക്ഷപ്പെടണം, ആളിക്കത്തുന്ന വെന്തരിയുന്ന നരകത്തുനിന്ന് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഞാൻ വളർത്തി ഉണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളും രക്ഷപ്പെടണം, അവരൊക്കെ നോമ്പുകാരാകണം. നോമ്പ് അതിൻ്റെ യഥാർത്ഥ കണ്ടന്റ് മനസ്സിലാക്കി ഞാൻ ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു സാധാ യാന്ത്രികമായ ഒരു നോമ്പായി പ്രാവശ്യം വരരുത്, ഒരു സാധാ റമദാനായി മാറരുത്. പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി പാപക്കറകളെ തുടച്ചു നീക്കി നമ്മുടെ മുസല്ലകൾ ഇങ്ങനെ വെള്ളം അണിഞ്ഞുകൊണ്ടിരിക്കണം. ആരും അറിയാ
അല്ലാതെ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ കുറിച്ചോർത്ത് നരകത്തെ കുറിച്ച് കരയാത്ത ഒരു റമദാനായി മാറരുത്. ഒറ്റക്കിരുന്ന് അല്ലാഹനെ കുറിച്ചോർത്ത് കണ്ണീര് പൊഴിക്കാത്ത റമദാനായി മാറരുത്. മാറാനുള്ള മനസ്സ് മാറ്റാനുള്ള റമദാനിനെ അത്തരത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഒരിക്കലും റമദാൻ കഴിയട്ടെ എന്നിട്ട് തല്ലുകൂടാം, റമദാൻ കഴിയട്ടെ ഇനി യൂട്യൂബ് തുറക്കാം, റമദാൻ കഴിയട്ടെ എല്ലാ മാലിന്യങ്ങളും തുടങ്ങാം എന്ന നിയ്യത്തോടെ ഒരിക്കലും റമദാനിനെ സ്വീകരിക്കരുത്. മറിച്ച് റമദാൻ മുതൽ ഇനി അങ്ങോട്ടൊരു പുതിയ ജീവിതമായി നമുക്ക് കഴിയണം. നമ്മളെക്കുറിച്ചോർത്ത് പറയാൻ കഴിയണം, നമ്മളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയണം, ഈ റമദാൻ എന്നെ മാറ്റം വരുത്തിയതാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നോമ്പുകാരനായി, റമദാനിന്റെ മഹത്വങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി അല്ലാഹു നമ്മെ ആ രൂപത്തിലേക്ക് നല്ല ഒരു മാറ്റത്തിന് പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ വിഷയത്തിന്റെ കൂടുതൽ പഠനത്തിനും ആ വിഷയം നമുക്ക് നന്നായി മനസ്സിലാക്കുവാനും നല്ല ഒരു മുന്നൊരുക്കം ലഭിക്കാനും ഒക്കെ റമദാനിൻ്റെതായ ആവേശങ്ങൾ വർദ്ധിക്കാനും വേണ്ടിയൊക്കെ ഇന്ന് മഗ്രിബ് നമസ്കാരാനന്തരം വാരം UP സ്കൂളിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ ശിഹാബ് അടക്കര മൗലവിയുടെ അഹ്ലൻ റമദാൻ പ്രഭാഷണമുണ്ട്. കുടുംബസമേതം ഒന്നിച്ചിരുന്ന് കേട്ടാൽ, നമുക്ക് ഇന്ന് ഈ കേട്ടതുപോലെ നമ്മുടെ ഭാര്യ കേട്ടാൽ, നമ്മുടെ മക്കൾ കേട്ടാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടാക്കാനുള്ള സാധ്യതയാണ് അള്ളാഹു നൽകിയ നിഅമത്താകുന്ന റമദാൻ. അതിന് ആ രൂപത്തിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക, സദസ്സ് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എത്തുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പ് റമദാനിലാണ് അള്ളാഹു നിർബന്ധമാക്കിയത്. ഹിജ്റ 2-ാം വർഷമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷക്കാലം റമദാനിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം മാതൃകയായ അതിൻ്റെ അഹ്കാമുകൾ, വിധികൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ബിൽ ഇംസാക്കി അനിൽ അക്കിലി വശുർബി, ഭക്ഷണം വെള്ളമടക്കമുള്ളതെല്ലാം വെടിയുന്നു അവൻ. വസായിരിൽ മുഫത്തിറാത്തി, നോമ്പ് മുറിയാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഒഴിവാക്കുകയാണ്. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഉറൂബി ശംസി, ഫജ്ർ മുതൽ അസ്തമയം വരെയുള്ള സമയം വരെ നോമ്പ് മുറിയുന്നതായ ഒന്നും സംഭവിക്കാതെ അത്രമാത്രം ശ്രദ്ധയിൽ അവൻ ജീവിക്കുകയാണ് നോമ്പുകാരൻ. എപ്പോഴാണ് റമദാനിലെ നോമ്പ് ആരംഭിക്കുന്നത്? 2 കാര്യങ്ങൾ സംഭവിച്ചെങ്കിലേ റമദാനിലെ നോമ്പ് ആരംഭിക്കുകയുള്ളൂ. ഒന്ന്, റമദാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവൻ മാസപ്പിറവി കാണണം. 2, ഷഅബാൻ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കിയിട്ടാണ് റമദാൻ ആരംഭിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആളുകൾ അവിടെ സൗദിയിൽ കണ്ടിട്ടുണ്ട്, UAE കണ്ടിട്ടുണ്ട്, ഒമാനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ കാത്തുക്കണമെന്ന് ചോദിച്ച് കുറേ ആൾക്കാർ വരും. അവരും നമ്മളും തമ്മിൽ ഒരുപാട് സമയ വ്യത്യാസമുണ്ട്, അതിർവരമ്പുകളുടെ വ്യത്യാസമുണ്ട്. അവരുടെ സമയവും നമ്മുടെ ഇബാദത്തും ഒരുമിച്ച് ഒരിക്കലും പോകില്ല. നമ്മുടെ നമസ്കാരം ഒരുമിച്ച് പോകുമോ? ഇല്ല. ആ തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ മാറ്റുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കരുത്, ഹത്താ തറവുൽ ഹിലാൽ, മാസപ്പിറവി കാണുന്നത് വരെ. അപ്പോൾ ആ ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാൻ, ചില ആൾക്കാരുണ്ടാവും സംശയം കാരണം കൊണ്ട് അഥവാ എവിടെയെങ്കിലും മാസം കണ്ടിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് നമുക്ക് നേരത്തെ അങ്ങോട്ട് തുടങ്ങാം. നബി തങ്ങൾ പറഞ്ഞു, ലാ യതഖദ്ദമന്ന, നിങ്ങൾ മുന്നേ ചെയ്യരുത്, അഹദുക്കും, ഒരാളും, റമദാനിനെ ബിസൗമിൻ, ഒരു നോമ്പ് നേരത്തെ, ഔ യൗമൈനി, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അങ്ങോട്ട് നോമ്പ് ആരംഭിക്കാൻ പാടില്ല.
പാടില്ല. റമദാനിന്റെ നോമ്പ് ആരംഭിക്കുന്നത് റമദാനിന്റെ മാസപ്പിറവി അറിയിച്ചുകൊണ്ടാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നവൻ നബി തങ്ങൾക്ക് എതിരാണ് എന്ന് ഹദീസിൽ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. നോമ്പിന്റെ നിയ്യത്ത്, ഫർള് നോമ്പിന്റെ നിയ്യത്തിനെ കുറിച്ച് ഇനിയും ബോധ്യമില്ലാത്തവരോട് പറയാ, ഇസ്ലാമിലെ എല്ലാ ഇബാദത്തിനും നിയ്യത്ത് വേണം. ആ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം, അവന് കൃത്യമായ ബോധ്യമുണ്ടാവണം. റമദാനിലെ നോമ്പിന് അവന്റെ നിയ്യത്ത് സുബ്ഹിന്റെ മുമ്പെങ്കിലും അവൻ ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് സുബഹി ചായ കുടിക്കുന്ന സമയത്തല്ല നിയ്യത്തുണ്ടാകേണ്ടെന്നർത്ഥം. സുബഹിന് മുമ്പേ അവന് നിയ്യത്തുണ്ടാവണം. ഹഫ്സാ ബീബി പറയുന്നുണ്ട്, മല്ലം യുബയ്യിതി സിയാമ ഫലാ സിയാമ ല. നോമ്പ് നേരത്തെ ഉദ്ദേശിക്കാത്ത അതിന്റെ നിയ്യത്ത് വെക്കാത്ത ഒരാൾക്ക് ഫലാ സിയാമ ല, അവന് നോമ്പില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നോമ്പിന്റെ റമദാനിന്റെ നോമ്പ് അവന് ഫജ്റിന് മുമ്പ് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. സുന്നത്തൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വൈകിയാലും കുഴപ്പമില്ല എന്നർത്ഥം. അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായ ഒരു കണിശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അതോടൊപ്പം റമദാൻ ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ വേണ്ട വളരെ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പെടുത്തുകയാണ്. ഒന്ന്, നമുക്കൊരു പ്ലാനിങ് വേണം. നമുക്കൊരു പ്ലാനിങ് വേണം. എന്തുകൊണ്ട് പ്ലാനിങ് വേണം? നമ്മുടെ മകൻ 8ാം ക്ലാസ് പഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എവിടെ ചേർക്കണം എന്നുള്ളത് പ്ലാനിങ് ഉണ്ട് നിങ്ങൾക്ക്. ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ കല്യാണപ്രായമായി, എപ്പ കെട്ടിക്കണം, ആരെ കൊടുക്കണം, എത്ര പൈസ വേണം, എത്ര സ്വർണം വേണം, ഒക്കെ പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് റമദാൻ പ്ലാൻ ഇല്ലാത്ത നമുക്ക്? ഒന്നാമത്തെ ദിവസം എവിടെ? രാവിലെ മുതൽ എന്തൊക്കെയാണ് എന്റെ പരിപാടി? നമ്മുടെ നാട്ടിൽ എത്രയോ സ്കൂളുകൾ നടക്കുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് കൃത്യം 4 മണിക്ക് അവസാനത്തെ ബെല്ലടിക്കുന്നതോട് കൂടിയിട്ട് എത്രയോ വിഷയങ്ങൾ എന്തെല്ലാം കഴിഞ്ഞു പോകുന്നു. ഒരു പ്ലാൻ ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. നമ്മുടെ റമദാൻ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ, ആസൂത്രണം ഇല്ലെങ്കിൽ, നമ്മുടെ ഒട്ടനേകം സമയം അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും, തകർന്നുകൊണ്ടിരിക്കും. അവസാനം റമദാൻ കഴിഞ്ഞിട്ട് പറയും, കുറെ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അത് പറയാതിരിക്കാൻ നേരത്തെ തന്നെ നമ്മുടെ ജോലി, നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സമയം കൊല്ലുന്ന, നമുക്ക് ഒരുപാട് നാശം വിതക്കുന്ന നെറ്റ് ഉപയോഗം, മൊബൈൽ ഉപയോഗം, സോഷ്യൽ മീഡിയ പോലെയുള്ള സാധനങ്ങൾ കണിശമായി നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ റമദാനിന്റെ പുണ്യങ്ങളെ വരെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റമദാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ റമദാനിന്റെ ഇടക്ക് ആളുകൾ പറയണം, നിന്നെപ്പോ വല്ലാതെ വാട്സപ്പിലൊന്നും കാണില്ലല്ലോ, നിന്നെ വല്ലാതെ ഒന്നും ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ, നീ എന്താ നെറ്റൊന്നും ഓണാക്കാറില്ല എന്ന് നമ്മളെ കുറിച്ച് പരാതി പറയുന്ന രൂപത്തിൽ ഒരു നല്ല അച്ചടക്കം വരുത്തി കൂടുതൽ സമയം അവിടെ നിന്ന് മാറി വെക്കാനും ഉപയോഗിക്കുന്നവർ ജമീൽ ആപ്പ് പോലെ, പീസ് റേഡിയോ പോലെ ദീന് പഠിക്കാൻ വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്ത പള്ളിയിൽ ധാരാളം ദർസുകൾ നടക്കും. തറാവീഹിന്റെ ശേഷമോ അസറിന് ശേഷമോ ഒരു ഇൽമിയായ ഒരു സദസ്സുണ്ടെന്ന് അറിഞ്ഞാൽ അതൊക്കെ നമ്മുടെ പ്ലാനിൽ ഉണ്ടാവുകയും എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശരിയായ രൂപത്തിൽ അതിനെ ചാർട്ട് ചെയ്യുകയും വേണമെന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തേത്, റമദാനിന് വരുമ്പോൾ ഒരുപാട് ഷോപ്പിംഗ് ഇല്ലാത്തതൊക്കെ നമുക്ക് മേടിക്കേണ്ടി വരുന്നതാണ് റമദാന്റെ വരുമ്പോൾ. അതുകൊണ്ട് റമദാൻ മാസം മുഴുവൻ ഒരു ഷോപ്പിംഗ് ആവശ്യത്തിനായി കറങ്ങി നടക്കുന്ന, കണ്ണൂർ ടൗണിലെ കേറാത്ത ടെക്സ്റ്റൈൽസ് ഉണ്ടാവില്ല, കണ്ണൂർ ടൗണിലെ വേണ്ടപ്പെട്ട ഫാൻസി കടയിൽ പോവാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്തിനാണ്? 1-2 സാധനങ്ങൾ മേടിക്കണം. സഹോദരങ്ങളെ, ആവശ്യമാണ്, ആവശ്യം തന്നെയാണ്. പക്ഷെ അതിന് എത്ര സമയം പോകുന്നു എന്നും, അവസാനത്തെ 10 അതല്ലെങ്കിൽ റമദാനിന്റെ വിലപ്പെട്ട സമയങ്ങൾ അതിന് പോകുന്നുണ്ടോ എന്നൊക്കെ നല്ലോണം ആലോചിച്ച് പ്ലാനിങ് നേരത്തെ ചെയ്ത് വേണ്ട സാധനങ്ങൾ നേരത്തെ റെഡിയാക്കുക എന്ന് മാത്രമല്ല, പരമാവധി ചെലവ് ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട്, റമദാൻ കഴിഞ്ഞാൽ സാധാരണ മാസത്തെക്കാട്ടിലും ഭയങ്കര ചെലവാട്ടോ റമദാൻ. അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ചെലവ് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഉംറക്ക് സാധ്യമാകുന്നവർ, പണമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ഒരു ഉംറ ചെയ്യാൻ റമദാനിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി ആലോചിച്ചോ. അതോടൊപ്പം തന്നെ കുടുംബങ്ങളെ മുഴുവൻ റമദാനിന് പ്ലാൻ ചെയ്യണം. മക്കൾ നോമ്പ് നോൽപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ ഭാര്യയാണോ ഭർത്താവാണോ ഖുർആൻ ഓതിയതെന്ന് മത്സരം ഉണ്ടാവണം. മക്കൾക്കിടയിൽ നല്ല ദീനിയായ രൂപത്തിലുള്ള നല്ല ചിന്തകൾ ഉണ്ടാക്കുന്ന, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളാ. നമ്മൾ നേരെ തിരിച്ചാ വീട്ടിൽ മക്കളോട് റമദാനിൽ TV ഓപ്പൺ ആക്കിയാൽ നമ്മൾ മക്കളോട് പറയും, മോനെ TV ഓഫ് ആക്ക്, നീ റമദാൻ കഴിഞ്ഞിട്ട്. ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോളോട് നമ്മൾ പറഞ്ഞു, മോളെ റമദാൻ കഴിഞ്ഞിട്ട്. അതിന്റെ അർത്ഥം എന്താ? തൽക്കാലം ഈ മാസം അങ്ങനെ പോട്ടെ, അടുത്ത മാസം മുതലൊക്കെ ഉഷാറാക്കാം. നമ്മൾ ശരിയല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നത് ശരിയല്ല.
നമ്മൾ വേണ്ട സിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. പൂർണ്ണമായ നന്മകളിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരാൻ കഴിയണം. വിഭവങ്ങളെ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. ഭക്ഷണ രംഗത്താവട്ടെ, വീട്ടാവശ്യങ്ങളിലാവട്ടെ, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമ്മളാണ് അത് ആലോചിക്കേണ്ടത്. സഹോദരിമാരോട് പ്രത്യേകം പറയണം, ആവശ്യമുള്ള ഒരു വിശപ്പ് മാറാൻ ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ ചെലവ് കൊണ്ട് ഈ റമദാൻ നമുക്ക് ധന്യമാക്കണം. ആ സാധുക്കൾക്ക്, വീട്ടിലെ ഉമ്മമാർക്ക്, ഭാര്യമാർക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഖുർആൻ നമുക്ക് ലഭിക്കാൻ, ഒരു അരമണിക്കൂറെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ സമയത്തെ ക്രമീകരിച്ചു കൊടുത്ത് നമ്മളൊരു നല്ല തീരുമാനമെടുത്താൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ, അതിന്റെ പഠനത്തിൽ നമ്മൾ മുമ്പിലുണ്ടാവണം. ഒരു ദിവസം 3 ജുസ്ഉ തീർത്താൽ നമുക്ക് 3 പ്രാവശ്യം ഖത്മ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര സമയം ഉണ്ടാലോചിക്കും നിങ്ങൾ? ഒരു നേരം ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ഒരു 4 പേജ് ഓതിയാൽ ഒരു ദിവസം നമുക്ക് ഒരു ജുസ്ഉ തീർക്കാൻ പറ്റും. എത്ര ഖത്മ് ചെയ്യാൻ പറ്റുമോ ഓതാൻ അത്രയും നമ്മൾ ശ്രമിക്കുക. മാത്രവുമല്ല, ഓതാൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയോ ചാൻസാണ് ഈ മാസങ്ങളിൽ ആരുടെങ്കിലും അടുത്ത് പോയിരുന്ന അവർ നിന്ന് പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ ഓതി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനോടനുബന്ധിച്ച് പറഞ്ഞ പ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കും, മാസപ്പിറവി കണ്ടാൽ, മാസം കണ്ടു എന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബില്ലംനി വൽ ഈമാനി വസ്സലാമതി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒരു വർഷത്തിൽ 12 തവണ മാത്രം പ്രാർത്ഥിക്കാനുള്ള ചാൻസ് ഉള്ള സുന്നത്തായ പ്രാർത്ഥനയാണ് മാസപ്പിറവി കണ്ടാലുള്ള പ്രാർത്ഥന. നോമ്പ് തുറന്നാൽ നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, നമ്മൾ മറക്കണ്ട. ഇനിയും പഠിക്കാത്തവർ നോമ്പിന് മുമ്പേ പഠിച്ചു നോക്കി. എല്ലായിടത്തും പോസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലായിടത്തും പ്രാർത്ഥന ഒട്ടിച്ചിട്ടുണ്ടാവില്ല. എപ്പോഴും നമുക്കത് ആവശ്യമാണ്. നോമ്പ് തുറപ്പിക്കാൻ ഒരാൾ വിളിച്ചു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു. നബിയോട് പറഞ്ഞു, നോമ്പ് തുറക്കാൻ വരണം. വീട്ടിലേക്ക് വിളിച്ചു. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അഫ്തറ ഇൻദകുമുസ് സായിമൂൻ വസല്ലത അലൈക്കുമുൽ മലായിക വഅകല തുആമകുമുൽ അബ്റാർ. നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സുന്നത്തുകളും നമ്മൾ പാലിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു നോമ്പുകാരന് പുണ്യഫലം കിട്ടുന്ന മറ്റൊരു കാര്യമാണ് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവം ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ആ വീട്ടിൽ 2-3 ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ നോമ്പ് നോറ്റതിന്റെ കൂലി കിട്ടും ഒരു ഇഫ്താർ കിറ്റ് അവിടെ എത്തിയാൽ. എത്ര പറഞ്ഞാലും നമ്മൾ ആലോചിക്കുക, അതൊക്കെ പൈസക്കാർക്കുള്ളതാണ്, അതൊന്നും ഞമ്മക്ക് ബാധകല്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളത്. 1500 രൂപയുടെ ഇഫ്താർ കിറ്റാണ് നമ്മുടെ പള്ളിയുടെ യൂണിറ്റിന്റെ കീഴിൽ നമ്മൾ കൊടുക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ, 1500 രൂപ കൊടുക്കാൻ കഴിയാത്ത എത്ര പേരെ നമ്മുടെ സദസ്സിലുണ്ടാവുക? ഒരു കുടുംബത്തിന് നോമ്പ് തുറക്കാൻ പാവപ്പെട്ട അർഹതപ്പെട്ടവരെ കണ്ടെത്തി നമ്മൾ കൊടുക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്, വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും അതിന്റെ വിഷയത്തിൽ റമദാൻ ആയാലും നമുക്കത് മുടങ്ങാതെ അത് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പള്ളി പരിപാലന ഫണ്ടിലേക്ക് ഉദാരമായി നമ്മൾ സംഭാവനകൾ ചെയ്യുക. സ്വതക്കകൾ ചെയ്യാനുള്ള നല്ല ഒരു ഒരുക്കം നമ്മൾ ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യദീനിന്റെ മാർഗത്തിൽ വളരെ അടിയന്തിരമായി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പള്ളി ക്ലീനിങ്ങും അനുബന്ധമായി മറ്റുള്ള എല്ലാ നന്മകളിലുമൊക്കെ ആരും വിളിച്ച്, ഫോൺ വിളിച്ച്, പിന്നാലെ നടന്ന് നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്നു ചെയ്യേണ്ടതല്ല. പള്ളി പരിപാലനം, പള്ളി വൃത്തിയാക്കൽ എന്നതും എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഓരോ നമസ്കാരക്കാരനും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ഇഷ്ടം നേടുന്ന പുണ്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരങ്ങളുടെ, രോഗികളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് ശിഫ നൽകുമാറാകട്ടെ. ഈ കഴിഞ്ഞ 1 വർഷ ദിവസങ്ങളിലായി നമ്മുടെ ചില ബന്ധുക്കൾ, സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു എല്ലാവിധ നന്മകളിലേക്കുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. റമദാനിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ മാറ്റമുണ്ടാക്കുന്ന മാസമാക്കി അള്ളാഹു അതിനെ നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുവാനും അവസാനം ഞങ്ങളുടെ യാതൊരു നിലക്കുമുള്ള ഞങ്ങളുടെ നഷ്ടങ്ങൾ വരാത്ത രൂപത്തിലുള്ള ഒരു സമയത്തിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കണമേ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളെ മുസ്ലിമായി നീ മരിപ്പിക്കണമേ. ഇന്ത്യ രാജ്യത്തിന്റെ പുതിയ ഒരു കാലഘട്ടത്തെ വല്ലാതെ ആശങ്കയായി കാണുന്നു. ഈ സന്ദർഭത്തിലും പടച്ചുറപ്പിന്റെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി
സന്തോഷത്തോടെ നിന്നെ ആരാധിക്കാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരങ്ങൾ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ മെനഞ്ഞെടുക്കുന്ന ഗൂഢതന്ത്രങ്ങളെ നീ പൊളിച്ചു കളയണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.